And welcome to the new video. So in the last video I have discussed about zero input limit cycle oscillation with the help of an example. Okay. ഇവിടെ നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. So first question is explain the characteristics of a limit cycle oscillation with respect to the system described by the difference equation y of n equal to 0.95 y of n minus 1 plus x of n when the product is quantized to 5 bits by rounding. The system is excited by an input x of n equal to 0.75 for n equal to 0 and x of n equal to 0 otherwise. Also determine the dead band of the filter. Okay. ഇപ്പോൾ കഴിഞ്ഞത് ചെയ്ത എക്സാമ്പിൾ ചെയ്ത അതേപോലത്തെ ഒരു ഇത് തന്നെയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എയുടെ വാല്യൂ 0.95. മുന്നത്തിൽ നമ്മൾ y of n equal to a y of n minus 1 plus x of n എന്ന് എടുത്താർന്നതിന് പകരം ഇവിടെ 0.95 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അതേപോലെ ഇൻപുട്ട് എക്സ് ഓഫ് എൻ വേറെയാണ് 0.75 ആണ്. അതും ഇമ്പൾസ് തന്നെയാണ്. സോ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതാണ് തന്നിട്ടുള്ളത്. y of n is equal to 0.95 y of n minus 1 plus x of n. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ അറിയാം പ്രോഡക്റ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് അല്ലേ. സോ ദ പ്രോഡക്റ്റ് 0.95 y of n minus 1 is quantized by rounding എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. quantized by rounding, അത് നമ്മൾ ബൈ അപ്വേർഡ് റൗണ്ടിങ് ആണ് എടുക്കുന്നത് എല്ലാ കേസിലും. സോ അപ്വേർഡ് റൗണ്ടിങ് ആണ് ജനറലി എടുക്കുക. റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഒരു പറയും ഇപ്പോൾ അപ്വേർഡ് റൗണ്ടിങ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിപ്പോൾ വൈ ഡാഷ് ഓഫ് എൻ എന്നുള്ള രീതിയിൽ ആ ക്വാണ്ടൈസേഷൻ കൂടി വെച്ചിട്ട് എടുക്കുകയാണ്. സോ ക്യൂ ഓഫ് എന്ത് എഴുതാം, 0.95 y of n minus 1 പ്ലസ് എക്സ് ഓഫ് എൻ. കാരണം ഇവിടുത്തെ പ്രോഡക്റ്റിന് മാത്രമാണ് ക്വാണ്ടൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ. ഇതിൽ ഓൾറെഡി നമുക്കറിയാം ക്യൂ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ സിഗ്നലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. അപ്പോൾ ഇത് തന്നെ അപ്വേർഡ് റൗണ്ടിങ് ടു എത്ര ബിറ്റ്സാ 5 ബിറ്റ്സ് എന്ന് പറയുന്നത്. ഈ 5 ബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4+1 ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 4+1 ബിറ്റ് ഫോർ മാഗ്നിറ്റ്യൂഡ്, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ രീതിക്കാണ് അവിടെ എടുക്കുന്നത്. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താ എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എഴുതിയേക്കാം. ഗിവൺ എക്സ് ഓഫ് എൻ ഈക്വൽ ടു 0.75 ആണ് ഫോർ എൻ ഈക്വൽ ടു 0, അതായത് ഇമ്പൾസ് ആണ്, ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ് എന്നുള്ള രീതിയിലാണ് തന്നിട്ട്. ബാക്കി എന്ത് വാല്യൂ ഓഫ് എന്നിനും അതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതായത് നമുക്ക് ഫസ്റ്റത്തെ കേസിൽ മാത്രം എക്സ് ഓഫ് എൻ്റെ വാല്യൂ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളിടത്തെല്ലാം 0 ആയിട്ട് എടുക്കാം. അതേപോലെ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്, ക്വസ്റ്റ്യനിലൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് പ്രീവിയസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വൈ ഡാഷ് ഓഫ് എൻ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. അതായത് ഫോർ n ലെസ് ദാൻ 0. ഇനിയിപ്പോൾ ചില കേസുകൾ അത് തന്നിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതായത് നമുക്ക് ഇവിടെ ഇതിൽ നിന്നൊരു ആവശ്യം വരുന്നത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. y ഓഫ് -1 സ്റ്റാർട്ടിങ് പോയിന്റ് y ഡാഷ് ഓഫ് 0 കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും, y ഡാഷ് ഓഫ് -1 വരും. അത് നമ്മൾ 0 എന്നാണ് ഇത് എടുക്കുന്നത്. അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ഓഫ് എൻ എല്ലാ കേസിലും തരണമെന്നില്ല. 0 എക്സ് ഓഫ് എൻ ഇൻപുട്ട് ഇല്ലാത്ത കേസിൽ ഓസിലേഷൻ നോക്കാനും പറയാം. അതേപോലെ പാസ്റ്റ് ഡാറ്റ ഉള്ള കേസിൽ y ഡാഷ് ഓഫ് -1 ഉള്ളതും വെച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്, ഡിഫറെൻറ്റ് വാല്യൂസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 0.95 വന്നിരിക്കുന്നു. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടെ 15/16 ഉപയോഗിച്ചതിന് പകരം ഇവിടെ 0.75 ആണ് വരുന്നത്. ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെയാണ്, സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വെച്ചിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇതിൽ ചെയ്യേണ്ട സ്റ്റെപ്സ് കഴിഞ്ഞ വട്ടത്തെ പോലെ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി എളുപ്പം എനിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് y ഡാഷ് ഓഫ് എൻ ആണ് കാണേണ്ടത്. ഇക്വേഷൻ എന്താ, ക്യൂ ഓഫ് 0.95 y ഡാഷ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് എൻ. അപ്പോൾ ഇതിലെ എന്നിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിന് നമ്മൾ നോക്കുക. അപ്പോൾ എന്നിൻ്റെ 0 എന്നുള്ള വാല്യൂനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് y ഡാഷ് ഓഫ് 0 ആണ് വരിക, 0.95 ഇൻറ്റു ഇത്. ഇപ്പോൾ ഓക്കെ, ഇവിടെ എന്താ വരിക, y ഡാഷ് ഓഫ് -1 പ്ലസ് എക്സ് ഓഫ് 0 എന്ന് വരും. അപ്പോൾ ഇതിൽ y ഡാഷ് ഓഫ് -1ൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 0 ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എക്സ് ഓഫ് 0 എടുക്കണം. എക്സ് ഓഫ് 0 നമുക്ക് തന്നിട്ടുണ്ട് 0.75. ഓക്കെ. സോ 0.75 0.7 എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇത് ഈക്വൽ ടു ക്യൂ ഓഫ് 0 പ്ലസ് 0.75 വരും. ഓക്കെ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ക്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും വെറുതെ എഴുതാം എന്ന് മാത്രം. 0.75 നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്
0.75 ആണ്. അത് വേണമെങ്കിൽ ജസ്റ്റ് നമുക്കവിടെ കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അതിനെ ആദ്യം എന്ത് വേണ്ടി വരും? 0.75നെ കറസ്പോണ്ടിങ് ടു ബൈനറി ആക്കി മാറ്റണം. അപ്പോൾ അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ 1.5 വരും, 0.5 എടുത്ത് പിന്നെ 0 വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. അതായത് 0.11 ബാക്കിയെല്ലാം സീറോസ് ആയിട്ടാണ് വരിക. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്നില്ല സ്റ്റെപ്സ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം തന്നിട്ടുള്ള എന്താണോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 0.75 അതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. സോ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് +0.11 5 ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ 4 ഇതാക്കാൻ പോകുന്നത്. അപ്പോൾ 5 എടുക്കണം. ഇനി അവിടെ സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. സൈൻ ബിറ്റ് പോസിറ്റീവ് ആയിട്ട് 0 ആഡ് ചെയ്യുക. 0.11 മുന്നത്തത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് മനസ്സിലാക്കാം. ഇനി ഇവിടുന്ന് റൗണ്ട് ഓഫ് ചെയ്യുക. റൗണ്ട് ഓഫ് ചെയ്താൽ ഒരു പ്രശ്നമില്ല, 0 ആണ് കളയുന്നത്. അപ്പോൾ അതിൽ കൂടെ ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിലും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് തന്നെ വരും 1100. ഇനി എക്സ്ട്രാക്ട് സൈൻ ബിറ്റ് 0 ആയതുകൊണ്ട് പ്ലസ് തന്നെ വരും 1100. ഇതിനെ കൺവേർട്ട് ചെയ്യുക 1/2 + 1/4 അല്ലേ? എന്തെന്നെ കിട്ടും നമുക്ക്? 0.75. കാരണം 1/2 എന്ന് പറഞ്ഞാൽ 0.5 + 0.25 ആണ്, തന്നെ കിട്ടും. ടു ദ ബേസ് 10 എന്ന് വരും. ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടാൻ പോകുന്നുള്ളൂ? സെയിം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ 0.75 എന്ന് കിട്ടി. അതാണ് എന്തിൻ്റെ വാല്യൂ? y' ഓഫ് n-ൻ്റെ y' ഓഫ് 0ൻ്റെ വാല്യൂ. അപ്പോൾ ഇനി അടുത്ത കേസിലേക്ക് വരിക. എന്ത് കൊടുക്കുക? n-ൻ്റെ വാല്യൂ 1 ആക്കുക. അപ്പോൾ ഇത് y' ഓഫ് 1 ആവും, ഇത് 0 ആവും, x ഓഫ് 1 ആവും. ഇനി എക്സിൻ്റെ എല്ലാ വാല്യൂസും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമൊന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മാറ്റം വരും. ഇതിപ്പോൾ എത്രയായി? ഇപ്പോൾ n = 1 ആയി. ഇപ്പോൾ തൊട്ട് മുന്നത്തെ വാല്യൂ നമ്മളവിടെ ഉപയോഗിക്കേണ്ടി വരും. തൊട്ട് മുന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y' ഓഫ് 0 തൊട്ട് മുന്നേ ചെയ്തത് 0.75 അത് കൊടുക്കണം. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.7125 എന്നാണ് കിട്ടുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 0.7125നെ ഇതേപോലെ ചെയ്തിട്ട് എന്താണ് കിട്ടുക നോക്കേണ്ടി വരും. അപ്പോൾ ആദ്യം 0.7125ൻ്റെ 0.7125നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക? ബൈനറി ഇൻറ്റു 2 വെച്ചിട്ടുള്ളതാണ്. അത് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. സോ പ്ലസ് 0.10110 എന്നാണ് കിട്ടുക. ഓക്കെ, സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. സോ 0.10110 എന്ന് വരും. റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെയും എന്ത് വരുന്നില്ല? പ്രശ്നം വരുന്നില്ല, കാരണം 0 ആണ്. 1011 വരും. എക്സ്ട്രാക്ട് സൈൻ ബിറ്റ്, അപ്പോൾ എന്ത് വരും? +0.1011 വരും. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കുക. അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0. അല്ലെങ്കിൽ പ്ലസ് എന്നുള്ള രീതിയിലാണ്, +0.6875 ഇതാണ് നമുക്ക് തിരിച്ച് കിട്ടുക. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് +0.7125 ആയിരുന്നു. അതിപ്പോൾ നമ്മൾ ഈ റൗണ്ടിങ് ഒക്കെ വെച്ച് ചെയ്ത് തിരിച്ച് എഴുതി വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് +0.6875 എന്നാണ് കിട്ടി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മാറ്റം വന്നു. അപ്പോൾ എന്തായാലും അതവിടെ എഴുതി വെച്ചു. 0.75 0.6875 എത്തി. ഞാൻ അടുത്ത n-ൻ്റെ വാല്യൂ എടുക്കുക. അതായത് ഇപ്പോൾ n-ൻ്റെ വാല്യൂ 1 എടുത്തു, n-ൻ്റെ വാല്യൂ 2 എടുക്കുക. 2 ആവും, 1 ആവും, 2 ആവും. ഇതിൻ്റെ വാല്യൂ തൊട്ട് മുന്നത്തെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം തന്നെയുള്ളൂ. ഇപ്പോൾ എത്ര നമുക്ക് കിട്ടിയിട്ടുള്ളത്? 0.6875 കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.653125 ഫുള്ളായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. +0 ആണ്, ഇതൊക്കെ +0 ആണ്, വേറെ വാല്യൂ ഒന്നുമില്ല. സോ 0.653125നെയാണ് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ? +0.653125നെ കൺവേർട്ട് ചെയ്യുക ബൈനറിയിലേക്ക് ഇൻറ്റു 2 വെച്ചിട്ടുള്ളത് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക +0.10100 എന്നാണ് കിട്ടുക. ഇതിനെ എന്താ? സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. സോ 0.10100 റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഒന്നും പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. 1010 ലാസ്റ്റത്തെ ഒഴിവായി പോകും. എക്സ്ട്രാക്ട് ചെയ്യുക. +0.1010 ആണ് വരിക. കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 1/2 + 1/8 വരും. നമുക്ക് എന്ത് കിട്ടും? 0. അതായത് പ്ലസ് ആണല്ലോ, +0.625 എന്നാണ് കിട്ടുക. ഓക്കെ, സോ +0.625 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 6875 എന്ന് വേറെ വാല്യൂലേക്ക് വന്നു. ഇതേപോലെ അടുത്ത കേസ് ചെയ്യുക. n എത്ര കൊടുക്കുക? 3 ഇട്ട് കൊടുക്കുക. n-ന് 2 അല്ലേ ചെയ്തത്, n-ന് 3, y' ഓഫ് 3.
ഇവിടെ 2 വരും, 3 വരും. എക്സ് എന്തായാലും 0 ആണ്, അപ്പോൾ അത് 0 തന്നെയാണ്. ഇതിൻ്റെ വാല്യൂ തൊട്ട് മുന്നത്ത് നിന്ന് കിട്ടിയത് 0.625 കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് കിട്ടും? 0.59375. ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യേണ്ടത് 0.59375-നെയാണ്. ഓക്കെ, സോ പ്ലസ് 0.59375 കൺവേർട്ട് ചെയ്യുക ബൈനറിയിലേക്ക്. സോ എന്ത് വരും? പ്ലസ് 0.1001 എന്നാണ് വരിക. ഓക്കെ, ഇതിനെ സൈൻ ബിറ്റ് ആഡ് ചെയ്യുക 0.10011 ടു ദ ബേസ് 2. ഇതിനെ റൗണ്ട് ചെയ്യുക. ഇതിനെ റൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണുള്ളത്. അപ്പോൾ ആ 1-നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങോട്ട് താഴേക്ക് എടുത്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ എന്ത് വരും? 0 വരും, 1 ആവും, 0 1 0. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ എന്ത് വരും? 0.1010 ആണ് കിട്ടുന്നത്. ഞാൻ അവിടെ നിന്ന് എന്താ എക്സ്ട്രാക്ട് ചെയ്യുക? സൈൻ ബിറ്റ് പ്ലസ് ആണ് അല്ലേ, 0 ആണ്, 1010. ഇതിനെ തിരിച്ച് എന്താക്കുക? കൺവേർട്ട് ചെയ്യുക. തിരിച്ച് കൺവേർട്ട് ചെയ്താൽ എന്താ? നേരത്തെ അതേ തന്നെയാണ് എടുക്കണേ അല്ലേ, പ്ലസ് 0.625 ആണ് കിട്ടുക. സോ പ്ലസ് 0.625 ആണ് ഇവിടെയും കിട്ടാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയാണ്? സെയിം വാല്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ അതായത് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് വരികയാണ്? ഓസിലേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇനി ഇതിൻ്റെ മേലേക്ക് ഫോർ n > or = 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? y' of n എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0.625 കിട്ടും. അതായത് 0.1010 ബൈനറിയിൽ ഇതാണ് അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? സിസ്റ്റം ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. therefore സിസ്റ്റം enters limit cycle when n = 2 അല്ലേ. അപ്പോൾ അതാണ് ഞാൻ അവിടെ ടേബിളിൽ എഴുതിയിട്ടില്ല. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡെഡ് ബാൻഡ് അല്ലേ, അതും കൂടി അപ്പോൾ നമുക്ക് എഴുതാം. therefore ഡെഡ് ബാൻഡ് ജസ്റ്റ് ഇക്വേഷൻ എഴുതാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഡെഡ് ബാൻഡ് = എന്താണെന്ന് ഇക്വേഷൻ? +or - 2⁻⁻⁻B B ഡിവൈഡഡ് ബൈ 1 - mod A. ഓക്കെ, ഇവിടെ നമുക്ക് ബി എത്രയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ മോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര? 0.95 ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ +or - 2⁻⁻5 ഡിവൈഡഡ് ബൈ ഈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ് ആണ് നമ്മൾ പറയുന്നത് എപ്പോഴും, 0.95. സോ ക്വസ്റ്റ്യനിൽ വെറുതെ ബിറ്റ്സ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ക്യാപിറ്റൽ ബി എന്നുള്ള രീതിയിൽ ഇൻക്ലൂഡിങ് സൈൻ ബിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറയും. ഇതാണ് നമ്മളുടെ എന്ത് വരിക? ഡെഡ് ബാൻഡ് വരിക. ദാറ്റ് ഈസ് ഏതാ? -0.625 ടു +0.625. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ഇത്ര തന്നെയാണ് എല്ലാ കേസിനും ചെയ്യാൻ വരിക. ജസ്റ്റ് ആ ഇത് വാല്യൂസും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും മാത്രം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. സോ ഇതിൽ ക്വസ്റ്റ്യൻ ഇതാണ്, സ്റ്റഡി ദ ലിമിറ്റ് സൈക്കിൾ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ് ബൈ y of n = q of a y of n - 1 plus x of n, where y of n is the output of the system and q of is the quantization operation. Assume that a is equal to -0.875, x of 0 equal to 0.75 and x of n equal to 0 for n greater than 0. Choose 4 bit for quantization. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ y of n = എന്ന് പറഞ്ഞിട്ടുള്ള തരുന്നതിലൂടെ y of n ക്വാണ്ടൈസ്ഡ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വേറെ y ബാർ എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനം തന്നെ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വൈക്ക് പകരം y എന്നുള്ള ഒരു യൂസേജ് തന്നെ വരണമെന്നില്ല. അപ്പോൾ വേറെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരാം, w of n is equal to q of a y of n - 1 പ്ലസ് എക്സ് ഓഫ് n അങ്ങനെയും തരാം. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണ്ട. അതായത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമ്മൾ ക്യൂ ഇൻക്ലൂഡ് ചെയ്തിട്ട് y ഉള്ളതിനെ y' ആക്കി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് തൊട്ട് മുന്നത്തേൽ നമ്മൾ ചെയ്തപ്പോൾ ആദ്യം ഇത് എഴുതി, എന്നിട്ട് അതിലെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്തുകൊണ്ട് y ബാർ എന്ന് പറഞ്ഞ് എഴുതിയത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആ ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളതെന്ന്. അതായത് ഇതിലത്തെ വ്യത്യാസം വരുന്നുള്ളൂ. സോ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇത് ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ. സോ ഗിവൺ
നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? y of n is equal to q of ay of n minus 1 plus x of n അല്ലേ? ഇതവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു -0.875. അതാണ് ഒരു ഡിഫറൻസ്. നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ പോസിറ്റീവ് വെച്ചിട്ട് ചെയ്തത്, ഇതിൽ മൈനസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ എന്ത് തന്നിട്ടുണ്ട്? എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0.75 ആണ് ഫോർ n ഈക്വൽ ടു 0 ആൻഡ് 0 അതർവൈസ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. ഞാൻ കരുതിയതാണ് 0 എന്നുള്ളതിന് അതർവൈസ് എന്ന് എഴുതാം. അതർവൈസ് എന്നുള്ള രീതിയിലാണ്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ക്യാപിറ്റൽ ബി തന്നിട്ടുണ്ട്. എത്രയാ? 4 എന്ന് തന്നിട്ടുണ്ട്. അതായത് 3+1 ആണ്. 3+1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ, റൗണ്ട് ചെയ്യുമ്പോൾ എത്രയിലേക്കാണ്? 3 എണ്ണത്തിലേക്കാണ് റൗണ്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അത് നമുക്കിവിടെ എഴുതാം. ക്വാണ്ടൈസേഷൻ ബൈ റൗണ്ടിങ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ക്വസ്റ്റിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വാണ്ടൈസേഷൻ ബൈ അപ്വേർഡ് റൗണ്ടിങ് ടു എത്ര ബിറ്റ്സാ? 3 ബിറ്റ്സ് എക്സ്ക്ലൂഡിങ് സൈൻ ബിറ്റ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്ത് വരിക എന്ന് മാത്രം തന്നെയുള്ളൂ ഇതിൽ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊടുക്കുക, ചെയ്യാമെന്ന് മാത്രം തന്നെ ഉള്ളൂ. സോ ആദ്യം എന്നിന് 0 എടുക്കുന്നു. സോ y ഓഫ് 0 വരും. -0.875 ഇൻറ്റു ഇത് പ്ലസ് എക്സ് ഓഫ് എൻ ആണ് വരിക. അപ്പോൾ ഇവിടെ മൈനസ് എന്ത് വരും? -1 പ്ലസ് എക്സ് ഓഫ് 0 വരും അല്ലേ? ഇത് ഇൻറ്റു 0 ആണ്. ഇതിന് മാത്രം വാല്യൂ ഉണ്ട് 0.75. സോ 0 പ്ലസ് 0.75 വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യൂവിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 0.75 ആണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഇവിടെ ചെയ്ത് വെക്കാം. സോ +0.75 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. 0.75 അത് ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ചെയ്ത് വെക്കാം. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എന്താക്കും? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ പ്ലസ് പോയിന്റ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. 4 എടുത്താൽ മതി. കാരണം നമുക്ക് 3 എണ്ണത്തിലേക്കാണ് ഇതാക്കാൻ പോകുന്നത്, റൗണ്ട് ചെയ്യാൻ പോകുന്നത്. 4 വരെ എഴുതിയാൽ മതി. ഇതിനെ സൈൻ ബിറ്റ് ആഡ് ചെയ്യുന്നു. സോ 0.11 ഇത്ര. ഓക്കെ, അടുത്തതിലാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. 0 ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മാറ്റം വരാൻ പോകുന്നില്ല. 110 എക്സ്ട്രാക്ട് ചെയ്യുന്നു. +0.110 കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലും കിട്ടുക? സെയിം സാധനം തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ +0.75. ഇതിൽ മാറ്റം വരില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ വരുന്നുണ്ട്. സോ 0.75 തന്നെയാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എടുക്കുക, 1 വെച്ചിട്ടുള്ള കേസ് ചെയ്ത് നോക്കുക. സോ 1 കൊടുക്കുമ്പോൾ ഇതൊക്കെ മാറും. എന്തായി? ഇത് y ഓഫ് 1 ആയി. ഇവിടെ എന്താവും? y ഓഫ് 0 ആവും. ഇത് x ഓഫ് 1 ആവും. സോ ഇൻറ്റു y ഓഫ് 0 നമുക്കവിടെ വാല്യൂ ഉണ്ട്. എന്താ? 0.75 അല്ലേ? 0.75 പ്ലസ് 0. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ് കേട്ടോ. അതാണ് വ്യത്യാസം. മൈനസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. -0.65625 എന്ന് വരും. 65625. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യേണ്ടത്. -0.65625നെയാണ് ക്വാണ്ടൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മൈനസ് എന്നുള്ള സൈനാണ് വരുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. -0.65625 ആണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ബൈനറിയിലേക്ക് മാത്രം ആറ്റിയിട്ട് എഴുതുന്നുള്ളൂ. നമ്മൾ ആ സൈനൊന്നും കളയണ്ടേ. സോ മൈനസ് പോയിന്റ് എന്തെന്നാ വരിക? 1010 4 എടുക്കുന്നുള്ളൂ. ഇനി അടുത്തത് സൈൻ ബിറ്റ് ആഡ് ചെയ്യും. സൈൻ ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് ആയതുകൊണ്ട് 1 ആണ് ആഡ് ചെയ്യുന്നത്. സോ 1010 അതാണ് അവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതിൽ റൗണ്ട് ചെയ്യാണ്. സോ 0 ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോ 1.101 ആണ് വരിക. അടുത്ത എക്സ്ട്രാക്ട് ചെയ്യുക. സോ -0.101 ആണ് വരിക. ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? മൈനസ്, അതായത് 1/2 + 1/8 ആണ്. 0.625 എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇതിൽ കിട്ടുക -0.625 ആണ്. -0.625. ഇപ്പോൾ നേരത്തെ പ്ലസ് ആയിരുന്നു, ഇപ്പോൾ മൈനസ് ആയി. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വന്നത്. ഇനി നമ്മൾ അതേപോലെ അടുത്ത വാല്യൂ കൊടുക്കുക. എന്താ? എന്നിൻ്റെ വാല്യൂ 2 ആക്കുക. സോ വെൻ n ഈസ് ഈക്വൽ ടു 2 ആവും, 1 ആവും, 2 ആവും. ഇതെന്തായാലും 0 ആവും. 0 ആണ്. ഇത് തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ആണ്. തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ എത്രയാണ്? -0.625 ആണ്. അതൊന്നും ശ്രദ്ധിക്കേണ്ടത്. -0.625 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക.
0.546875 ആണ് കിട്ടുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്വാണ്ടൈസ് ചെയ്യേണ്ടത്. 0.546875 ക്വാണ്ടൈസ് ചെയ്യേണ്ടത്. സോ പ്ലസ് 0.546875 ഇതിനെയാണ് ക്വാണ്ടൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എഴുതുക, കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈനറിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആണ്, പ്ലസ് 0.1000 എന്നാണ് വരിക. 4 എടുക്കുന്നുള്ളൂ. സൈൻ ബിറ്റ് ആഡ് ചെയ്യുക. സോ പോസിറ്റീവ് ആണ്. 002 എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്യുക. ഒന്നും ചെയ്യാനില്ല, മാറ്റം ഒന്നുമില്ല, കാരണം 0 ആണ് പോകുന്നത്. എക്സ്ട്രാക്ട് ചെയ്യുക. സോ പ്ലസ് 0.100. ഇതിൻ്റെ കൺവേർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. 1/2 ആണ്. 0.5 വരും ടു ദ ബേസ് 10. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 0.5 ടു ദ ബേസ് 10 ആണ് കിട്ടിയത്. n ഈക്വൽ ടു 2. അപ്പോൾ ഇതൊന്നും ആയിട്ടൊന്നുമില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടില്ല, മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത വാല്യൂ നമ്മൾ ചെയ്യുക. അപ്പോൾ n ഈക്വൽ ടു 3 നോക്കേണ്ടി വരും. സോ n ഈക്വൽ ടു 3 എടുക്കുന്നു. ഇത് 3 ആവും, എന്താവും, 2 ആവും, 3 ആവും. എക്സിൻ്റെ വാല്യൂ എന്തായാലും 0 ആണ്. നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കണം. എത്രയാണ് തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ആണ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വരിക -0.4375 എന്ന് കിട്ടുക. സോ -0.4375 വേണം നമ്മൾ ക്വാണ്ടൈസ് ചെയ്യാൻ. -0.4375. ആദ്യം അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, ബൈനറിയിലേക്ക് ആക്കുക. സോ 0.111 എന്നാണ് കിട്ടുക. സൈൻ ബിറ്റ് ആഡ് ചെയ്യുക, മൈനസ് ആണ് 1, 0.111 ബേസ്. ഇനി റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആണ് പ്രശ്നം വരിക. 1 ഇങ്ങോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യണം. അത് റൗണ്ട് ചെയ്യുമ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരിക നമുക്ക് 1.100 ആണ്. കാരണം ഇതിങ്ങോട്ട് ആഡ് ചെയ്യാണ്, ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ 0 വരും, ഇതിങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ 0 വരും, ഇവിടേക്ക് വരുമ്പോൾ 1 വരും. അത്ര തന്നെ ഇങ്ങോട്ട് എഴുതാം. അതായത് നമ്മൾ ഈ 1നെ ഇങ്ങോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ 0, 1 ക്യാരി ഉണ്ട്, 1 0, 1 ക്യാരി ഉണ്ട്, 1 വരും, 0.1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിനെ വീണ്ടും സൈൻ എക്സ്ട്രാക്ട് ചെയ്യുക. -0.100. എന്ത് കിട്ടും നമുക്ക്? -0.5 അല്ലേ? സോ -0.5 എന്നാണ് കിട്ടുക. ഇതേപോലെ അടുത്ത വാല്യൂന് ചെയ്യാം. n ഈക്വൽ ടു 4ന് ചെയ്യാം. സോ n ഈക്വൽ ടു 4ന് ചെയ്യുമ്പോൾ എന്താവും? 4 ആവും, 3 ആവും, 4 ആവും, 0 ആണ്, 0 ആണ്. തൊട്ട് മുന്നത്തെ വാല്യൂ കൊടുക്കുക. -0.5 ആണ്, -0.5 ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വരും, 0.4375 വരും, 0.4375 ആണ്. അപ്പോൾ അത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള -0.4375 ആണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് +0.4375 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇല്ലാത്ത വ്യത്യാസം മാത്രമേ വരാൻ പോകുന്നുള്ളൂ. സോ എന്താ, +0.4375 ആണ്. ഓക്കെ, അതോടെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ +0.0111 വരും. ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ 0.0111 വരും. ചെയ്ത് അത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നമുക്ക്? 0.100 എന്ന് വരും. ഇതിൻ്റെ +0.100 വരും. എടുത്തു കഴിഞ്ഞാൽ +0.5 കിട്ടും. ഇത്രയേ ഉള്ളൂ. സോ +0.5 എന്നാണ് കിട്ടുക. ഇതേപോലെ അടുത്ത സ്റ്റേജിലേക്ക് ഒരെണ്ണൂടിയും ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് വന്നു? +0.5, -0.5, വീണ്ടും +0.5 വന്നു. വേണമെങ്കിൽ ഒന്നുകൂടിയും ചെയ്ത് നോക്കാം എന്ന് മാത്രം. അപ്പോൾ അടുത്ത 5 ഇട്ട് കൊടുക്കുക. 5 വരും, ഇത് 4 ആവും, 5 ആവും. എക്സ് എന്തായാലും 0 ആണ്, 0 ആണ്. തൊട്ട് മുന്നത്തെ വാല്യൂ ഇടുക, 0.5. സോ ഇതെന്താ വരാൻ പോകുന്നത്? -0.4375. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടില്ല തന്നെയാണ്, -0.4375. അപ്പോൾ അതവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ -0.4375 ചെയ്തപ്പോൾ നമുക്ക് -0.5 കിട്ടി അല്ലേ? -0.4375 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പൊന്നും ഞാൻ എഴുതുന്നില്ല. എന്താ കിട്ടാൻ പോകുന്നത് നമുക്ക്? -0.5 ആണ് കിട്ടുക. സോ അപ്പോൾ അവിടെ -0.5 എത്തി. അപ്പോൾ -0.5 +0.5 -0.5 +0.5 എന്നുള്ള രീതിക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഓസിലേഷൻ വന്നു. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് ടേബിളിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ പോകുന്നത് 0.75 വന്നു, 0.625 വന്നു, പിന്നെ +0.5 -0.5 +0.5 -0.5 എന്നുള്ള രീതിയിലൂടെ പോയി കണ്ട് ഇരിക്കുകയാണ് അല്ലേ? സോ for n greater than or equal to 2, the output y of n alternates between
between plus 0.5 and minus 0.5. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? therefore the system enters a limit cycle. therefore the system enters a limit cycle എപ്പോഴാ? when n is equal to 2. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ ഡെഡ് ബാൻഡ് നമുക്ക് കാണാം. ഇവിടുത്തെ ഡെഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ബാൻഡിൻ്റെ ഇക്വേഷൻ പ്രകാരം ഡെഡ് ബാൻഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 റേസ് ടു മൈനസ് ക്യാപിറ്റൽ B ഡിവൈഡ് ബൈ 1 മൈനസ് മോഡ് A ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 2 റേസ് ടു മൈനസ് 4 ടോട്ടൽ എടുക്കണം കേട്ടോ. 2 റേസ് ടു മൈനസ് 4 ഡിവൈഡ് ബൈ 1 മൈനസ് 0.875 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുക പ്ലസ് ഓർ മൈനസ് 0.5 ആണ്. അതന്നെയല്ലേ ഇപ്പോൾ അവിടെയും കിട്ടിയത്, ഓസിലേഷനാണ്. ഇത്ര തന്നെയാണ് ഇതിൽ ചെയ്യാനുള്ളൂ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല. ഇതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: LTI സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n equal to 0.87 y of n minus 1 plus x of n. Determine the limit cycle behavior and the dead band of the system when x of n equal to 0 and y of minus 1 equal to 0.61. Assume the product is quantized to 4 bits by rounding. ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ എക്സ് ഓഫ് എൻ 0 ആയിട്ടാണ് തന്നിട്ടുള്ളത്, y ഓഫ് മൈനസ് 1 വാല്യൂ തന്നിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്തായിരുന്നത്. എക്സ് ഓഫ് എൻ ഒരു പോയിന്റിൽ വാല്യൂ ഉണ്ടായിരുന്നു, ഇവിടെ എക്സ് ഓഫ് എൻ 0 ആണ്, y ഓഫ് മൈനസ് 1 എടുത്തായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷനിൽ അത് ചേഞ്ച് വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ -1 ഉണ്ട്, അപ്പോൾ വേണമെങ്കിൽ y ഓഫ് -1 എന്ന് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഇതിലും നമുക്ക് ഓസിലേഷൻ കിട്ടും ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1ലും മേലെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് വരാൻ പോകുന്ന ഓസിലേഷൻ. അത് വരുന്നത് 0.375 ആണ്. അതായത് ബൈനറി നമ്മളുടെ 0.11. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കിക്കോളാം.